എല്ലാവർക്കും CL സ്റ്റോറീസ് എന്ന പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുക കഥകളായിരിക്കും. കഥകൾ എല്ലാവർക്കും കേൾക്കാൻ വളരെ ഇഷ്ടമാണല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുക ഈസോപ്പ് കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമായിരിക്കും. ഇതിലെ കഥകൾ വളരെ ചെറുതായതിനാൽ തന്നെ ഒരു വീഡിയോയിൽ 2 കഥകൾ വെച്ച് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഴുതയുടെ തെറ്റിദ്ധാരണ. പണ്ട് ഒരു കാട്ടുകോഴിയും ഒരു കഴുതയും വലിയ ചങ്ങാതികളായി ജീവിച്ചു പോന്നു. അവർ മിക്കപ്പോഴും കാണുകയും കുശലം പറയുകയും ഒക്കെ ചെയ്തു. ഒരു ദിവസം അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു സിംഹം ആ വഴി പോകുന്നതിനിടയായി. സിംഹത്തിനാണെങ്കിൽ കോഴിയുടെ കൂവൽ മഹാദേഷ്യവും വെറുപ്പുമാണ്. ഇതറിയാവുന്ന കാട്ടുകോഴി സിംഹത്തിനെ കണ്ട ഉടനെ ഒന്ന് നീട്ടിക്കൂവി. അരോചകമായ സ്വരം കേട്ടതും സിംഹം അരിശപ്പെട്ടുകൊണ്ട് ഓടി സ്ഥലം വിട്ടു. കഴുതയ്ക്ക് ഇത് കണ്ട് അത്ഭുതമായി. എന്ത്, മൃഗരാജാവായ സിംഹം ഒരു കോഴിയുടെ കൂവൽ കേട്ട് പേടിച്ചു പോവുകയോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് തൊഴിച്ചാൽ സിംഹം ചത്തുപോവുമല്ലോ. അങ്ങനെയായി കഴുതയുടെ ചിന്ത. സിംഹത്തിനെ തൊഴിക്കാനായി ഉടനെ കഴുത സിംഹത്തിൻ്റെ പിറകെ കുതിച്ചു. പിറകിൽ എന്തോ സ്വരം കേട്ട് തിരിഞ്ഞു നോക്കിയ സിംഹം തൻ്റെ നേരെ കുതിച്ചു വരുന്ന വിട്ടി കഴുതയെയാണ് കണ്ടത്. സിംഹം കഴുതയുടെ മേൽ ചാടി വീണു. അവൻ്റെ കഥ കഴിക്കാൻ പിന്നെ സമയം ഒട്ടും എടുത്തില്ല. ഗുണപാഠം: സ്വശക്തിയെക്കുറിച്ചുള്ള അമിതവിശ്വാസം ആപത്ത് ക്ഷണിച്ചു വരുത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കഥയിലേക്ക് പോവാം. കുറുക്കനും പൂച്ചയും. പണ്ട് കാട്ടിൽ വെച്ച് യാദൃച്ഛികമായൊരു കുറുക്കൻ ഒരു പൂച്ചയെ കണ്ടുമുട്ടി. കുറുക്കൻ അവൻ്റെ കഴിവുകളെയും വിജയങ്ങളെയും പറ്റി പൂച്ചയോട് വീമ്പ് പറഞ്ഞു. മൃഗലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൂത്രശാലിയാണു ഞാൻ. ശത്രുക്കൾക്ക് എന്നെ പിടികിട്ടാറേയില്ല. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ധാരാളം സൂത്രങ്ങൾ എൻ്റെ കൈവശമുണ്ട്. പൂച്ചയ്ക്ക് കുറുക്കനോട് മതിപ്പ് തോന്നി. പൂച്ച പറഞ്ഞു, ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ എനിക്കൊരു സൂത്രമേ അറിയൂ. മിക്ക ആപത്തുകളിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നതും ആ സൂത്രം ഉപയോഗിച്ചാണ്. താങ്കളിൽ നിന്നും ഏതാനും സൂത്രങ്ങൾ പഠിച്ചാൽ കൊള്ളാമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ഓ ശരി, കുറുക്കൻ ഗർവോടുകൂടി പറഞ്ഞു. എനിക്ക് ജോലി തിരക്കില്ലാത്ത ഒരു ദിവസം നീ എൻ്റെ ഭവനത്തിൽ വരികയാണെങ്കിൽ എളുപ്പമുള്ള 1-2 വിദ്യകൾ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ നോക്കാം. ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ വനത്തിൽ ഒരു നായാട്ടുകാരൻ പട്ടികളോടുകൂടി വന്നെത്തി. വേട്ടപ്പട്ടികൾ കുരച്ചുകൊണ്ട് അവരുടെ നേർക്ക് വന്നു. പൂച്ച അടുത്തുള്ളൊരു മരത്തിലേക്ക് മിന്നൽ പിണർ പോലെ ചാടിക്കയറി. അനന്തരം താഴെയുള്ള കുറുക്കനോട് പറഞ്ഞു, ദേ നോക്കൂ, ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ സൂത്രം. ഇതൊന്നു മാത്രമേ എനിക്കറിയൂ. ഇനി താങ്കൾ ഏത് സൂത്രമാണ് പ്രയോഗിക്കുന്നതെന്ന് കാണുവാൻ എനിക്ക് താല്പര്യമുണ്ട്. തനിക്കറിയാവുന്ന സൂത്രങ്ങൾ ഏതാണ് പ്രയോഗിക്കേണ്ടതെന്നു കുറുക്കന് ഒരെത്തും പിടിയും കിട്ടിയില്ല. വേട്ടപ്പട്ടികൾ അപകടകരമായ രീതിയിൽ അടുത്തു വരികയും ചെയ്തു. ഇനി ആലോചിച്ച് നിൽക്കുവാൻ സമയമില്ല, ഓടുക തന്നെ. കുറുക്കൻ സർവശക്തിയും ഉപയോഗിച്ചോടി. പക്ഷേ സമയം വളരെ വൈകിയിരുന്നു. വേട്ടപ്പട്ടികൾ അവൻ്റെ മേൽ ചാടി വീണു. കുറുക്കൻ്റെ കഥയും കഴിഞ്ഞു. ഗുണപാഠം: അപകടങ്ങളിൽ പ്രയോജനമില്ലാത്ത 100 സൂത്രങ്ങളെക്കാൾ പ്രയോജനമുള്ള ഒരു സൂത്രം അറിഞ്ഞിരിക്കുന്നതാണ് ഭേദം.